മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളില്ലേ, എത്രത്തോളം എന്ന് വെച്ചാൽ ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ ഇനി ഇത് ശരിയാകയില്ല, നിങ്ങൾ എന്ത് ചെയ്തോ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, നിങ്ങളുടെ കാര്യം എന്ത് ചെയ്തോ നിങ്ങളുടെ റബ്ബിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തോട് പറഞ്ഞോ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ പോലും കൈയൊഴിയുന്ന ചില കേസുകളുണ്ട്. അതായത് അത് മാറ്റാൻ അവരെ കൊണ്ട് കഴിയില്ല എന്ന്, മനുഷ്യനാകുന്ന തങ്ങളെ കൊണ്ട് ഇതിന് പ്രതിവിധി ഉണ്ടാക്കാൻ ഇനി കഴിയില്ല, ഞങ്ങൾക്കറിയുന്ന മരുന്നുകൾ മുഴുവൻ ചെയ്തു നോക്കി, ഞങ്ങൾക്കറിയുന്ന ട്രീറ്റ്മെൻറ്റ് മുഴുവൻ കൊടുത്തു നോക്കി, പക്ഷേ ഒരു മാറ്റവും കാണുന്നില്ല, ഇനി മരണമല്ലാത്ത ഒരു മാർഗം ഇയാളുടെ മുമ്പിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ കേസ്, അല്ലെങ്കിൽ ഇനി ഇതിന് പരിഹാരം നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ, അവരുടെ കയ്യിലില്ല എന്ന് കരുതി അവർ കൈയൊഴിയുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ഡോക്ടർമാർ പോലും, വിദഗ്ധ ചികിത്സ നൽകുന്ന ആളുകൾ പോലും കൈയൊഴിഞ്ഞ എത്രയോ കേസുകളുണ്ട് ഇല്ലേ? അതൊക്കെ രക്ഷപ്പെട്ട് കിട്ടാൻ എത്രയോ സംഭവങ്ങൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും, അത് രക്ഷപ്പെട്ട് കിട്ടിയ സംഭവങ്ങൾ. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന വലിയ പ്രയാസങ്ങളാണെങ്കിൽ പോലും, വലിയ മാരക രോഗങ്ങളാണെങ്കിൽ പോലും, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ രോഗാണുക്കളുണ്ടെന്ന് നമുക്കറിയോ? അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന, കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത ചില രോഗങ്ങളുണ്ട്. അപ്പം അത്തരത്തിലുള്ള രോഗങ്ങൾ പോലും പരിഹരിച്ചു കിട്ടാൻ, അതൊക്കെ സലാമത്തായി കിട്ടാനുള്ള ഒരു അത്ഭുത സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് മഹാന്മാർ പഠിപ്പിച്ചു തന്നതായി കാണാം. നമുക്ക് ആ സ്വലാത്ത് ഒന്ന് പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. എന്നോട് ദുആ ഇറക്കാൻ ഏൽപ്പിച്ച പല ആളുകളും, അതിൽ ഭൂരിഭാഗം ആളുകളും ഈ രോഗികളായ ആളുകളാണ്. രോഗികളെന്ന് പറഞ്ഞാൽ വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ട്യൂമർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ഹാർട്ട് പ്രോബ്ലം കൊണ്ട്, കിഡ്നി പ്രോബ്ലം കൊണ്ട്, അതുപോലെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ത്വക്ക് സംബന്ധമായ രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇങ്ങനെ പല പ്രയാസങ്ങളും പറഞ്ഞ ആളുകളുണ്ട്. PCOD കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, തൈറോയിഡിൻ്റെ പ്രോബ്ലമുള്ള ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ മേഖലകൾ, വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പല ഉമ്മമാരും സഹോദരിമാരും ഉസ്താദെ ഒന്ന് മാറിക്കിട്ടാൻ ദുആ ഇറക്കണേ എന്ന് പറഞ്ഞവരുണ്ട്. രോഗം നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തില്ലേ? രോഗം നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടാക്കൂലേ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആരോഗ്യമുള്ള ശരീരമാണ്. നമ്മുടെ ശരീരം എപ്പോഴും ആരോഗ്യമുള്ളതായിരിക്കും. രോഗമില്ലാത്ത, അതായത് നമ്മൾക്ക് പ്രയാസപ്പെടുന്ന ചെറിയ മൂക്കൊലിപ്പോ തലവേദനയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്ഷമിക്കാൻ പറ്റുന്നതല്ല, ആ വിഷയമല്ല ഈ പറയുന്നത്. മറിച്ച് മാരകമായ ചില പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. നിരന്തരം ആഴ്ചയിൽ 3 ദിവസമൊക്കെ 3 നേരമൊക്കെ ഡയാലിസിസ് ചെയ്യേണ്ട ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി, ആ ജീവിതത്തിൽ എന്ത് സന്തോഷം ഉണ്ടാവും അല്ലേ? ഒരു ഹാർട്ടിന് സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളും ജീവിതാവസാനം വരെ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു നിത്യരോഗി എന്നുള്ളൊരു കണക്കിലാണ്, അവസാനം വരെ ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഷുഗർ ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇൻസുലിൻ ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഷുഗറിൻ്റെ മെഡിസിൻ കഴിക്കുന്നവരുണ്ടാവും, അതിങ്ങനെ നിരന്തരം മരിക്കുവോളം കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ? അതുപോലെ തന്നെ പ്രഷറിൻ്റെ പ്രയാസമുള്ള ആളുകൾ, അതുപോലെ മറ്റ് കിഡ്നി പ്രോബ്ലങ്ങളുള്ള ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് PCODയുടെ തൈറോയിഡിൻ്റെയൊക്കെ വിഷയമുള്ള ആളുകൾ, ഇങ്ങനെ തുടങ്ങി പല പ്രയാസങ്ങൾ. ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളും ട്രീറ്റ്മെൻറ്റിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, അവസാനം വരെ അത് മാറോളം എന്ത് ചെയ്യുക, ഇനി മാറിയില്ല എങ്കിൽ മരിക്കുവോളം അതിലിങ്ങനെ പ്രയാസപ്പെട്ട് കഴിയുക. ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടണമെന്ന് ആ കൽബുകളിൽ ആഗ്രഹം ഉണ്ടാവൂലേ? ഇപ്പോൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും അങ്ങനെ മാരക രോഗങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, അള്ളാഹു നീ സലാമത്ത് നൽകണേ അള്ളാഹ്, നീ രക്ഷ നൽകണേ റഹ്മാനെ, നീ ആഫിയത്ത് നൽകണേ അള്ളാഹ്, അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഈ കേൾക്കുന്നതിൻ്റെ ബർക്കത്തുകൊണ്ട് റബ്ബേ അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് ആരോഗ്യമുള്ള ശരീരം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഞങ്ങളുടെ ശരീരം ഒന്ന് ആരോഗ്യമുള്ള മെച്ചപ്പെട്ട ശരീരമായി കിട്ടണമെന്ന്. ഒരു സ്വലാത്തൊന്ന് പഠിച്ചു വെക്കൂ ഇൻഷാ അള്ളാഹ്. ഒരൊറ്റ സ്വലാത്ത്, ചെറിയൊരു സ്വലാത്ത്. ഈ സ്വലാത്ത് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ വൈദ്യരെ പിടിച്ചിട്ടുള്ള സ്വലാത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുള്ള ആ മരുന്ന് പിടിച്ചിട്ടുള്ള സ്വലാത്താണ്. ഈ സ്വലാത്ത് പതിവാക്കുന്ന ആളുകൾക്ക് അവരുടെ എത്ര വലിയ മാരക രോഗങ്ങളാണെങ്കിലും ശരി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ കേസ്, വിദഗ്ധരായ വൈദ്യന്മാർ പോലും പറയാണ് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അങ്ങനത്തെ അവസ്ഥയിലെത്തിയ കേസ് പോലും നിഷ്പ്രയാസം മാറിക്കിട്ടുന്ന, നിഷ്പ്രയാസം സലാമത്തായി കിട്ടുന്ന അത്ഭുത സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ്. പഠിച്ചു വെച്ചോളി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ
وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ഒന്നുകൂടെ. اللهم صل وسلم وبارك على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. മഹാന്മാരുടെ അടുക്കൽ പോയി കഴിഞ്ഞ് രോഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അവര് മന്ത്രിച്ചു തരുന്നൊരു സ്വലാത്ത് കൂടിയാണ്. എന്തേ കാരണമെന്ന് അറിയും? ഈ സ്വലാത്ത് മന്ത്രിച്ച് ഇഷ്ഫി എന്ന് ശരീരത്തിലേക്ക് ഊതിയാൽ ആ ശരീരത്തിലുള്ള പ്രയാസങ്ങൾ നീങ്ങി കിട്ടുമെന്ന. എൻ്റെ ശരീരത്തിൽ പ്രയാസമുണ്ട്, അപ്പം ഞാൻ തന്നെ എന്ത് ചെയ്യുക? ഈ ഒരു സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ വനൂരിൽ അബ്സാരി വദിയാഇഹ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇത് ചൊല്ലിയിട്ട് ഇഷ്ഫി ഇങ്ങനെ എന്ത് ചെയ്തു? എൻ്റെ ശരീരത്തിലേക്ക് മന്ത്രിച്ചു. ഇത് നിരന്തരം ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ഈ ശരീരത്തിൽ എന്തുണ്ടാവൂല? പ്രയാസങ്ങൾ അനുഭവിക്കില്ല. ഈ ശരീരത്തിൽ മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങിക്കിട്ടും. മാരകമായ ക്യാൻസർ പോലത്തെ, ട്യൂമർ പോലത്തെ, അറ്റാക്ക് പോലത്തെ, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ, അതുപോലെ തന്നെ അല്ലെങ്കിൽ വയറ് സംബന്ധമായ എന്ത് പ്രോബ്ലം ആണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നീങ്ങിക്കിട്ടാൻ ഈ ഒരു സ്വലാത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? മാർഗം കിട്ടും. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ചില ആളുകൾക്ക് തോന്നും, എന്നാലും ഇവിടെ ഹോസ്പിറ്റലുകളുടെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും എൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ചോദ്യം, എന്ത്? എന്നാൽ ഇവിടെ ഹോസ്പിറ്റലുകളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ഇതുപോലെ എന്ത് ചെയ്താൽ മതി? 4-5 ഉസ്താദുമാരിരുന്ന് ഇഷ്ഫയൊന്ന് ഊതി കൊടുത്താൽ മതിയല്ലോ അല്ലേ? അത് അങ്ങനെയുള്ള ചോദ്യം തന്നെ മണ്ടത്തരാണ്. ആ ചോദ്യം തന്നെ മണ്ടത്തരാണ് അല്ലേ? കാരണം എന്ന് വെച്ചാൽ ഈ സ്വലാത്ത് ചൊല്ലി എന്ന് കരുതിയിട്ട് മരുന്ന് കഴിക്കണ്ട എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. നമുക്കൊരു രോഗം വന്നു, ഞാനൊരു ഡോക്ടറെ പോയി കണ്ടു. അദ്ദേഹം ഒരു മരുന്ന് എനിക്ക് കുറിച്ച് തന്നു. ഈ കുറിച്ച് തന്ന മരുന്ന് ഞാൻ കഴിച്ചു, എനിക്ക് രോഗം മാറി. ഓക്കെ. ഇനി ചില ആളുകളുടെ കേസിൽ കാണാം, എന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് മാറി കുത്തിവെച്ചു, രോഗി മരിച്ചു. ഇല്ല, ഈ അടുത്തിപ്പോൾ ഒരു കുട്ടി മരണപ്പെട്ടത് നമ്മൾ വാർത്തയിലേക്ക് കണ്ടു. എന്ത്? കുത്തിവെക്കേണ്ട മരുന്ന് മാറിപ്പോയി, സംഭവം എടുത്തത് മാറിപ്പോയി. എന്ത് ചെയ്തു? ആ മരുന്ന് എഫക്റ്റ് കാരണം കുട്ടിക്ക് മരണം സംഭവിച്ചു. അതുപോലെ തന്നെ എത്രയോ കേസുകൾ നമ്മൾ കാണാറുണ്ട്, മരുന്ന് മാറിപ്പോയത്. ഈ ദുആഉം ദിക്റും ഒക്കെ നമ്മൾ ചൊല്ലുന്നതിന്റെ കാരണം എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത്? നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ റബ്ബൊന്നും അല്ലല്ലോ, അല്ലാഹ് അല്ലല്ലോ, എന്ത് മനുഷ്യനല്ലേ, തെറ്റ് സംഭവിക്കാം, തെറ്റ് പറ്റിപ്പോകാം, എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു പോകാം. നമ്മൾ ഈ പോകുന്ന പോക്കിൽ നമുക്ക് ഈ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു, അല്ലെ ഇനി നമ്മൾ തന്ന മരുന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ അല്ല കഴിച്ചത്, ഡോസ് കൂടിപ്പോയി കഴിച്ചതിൽ നമുക്ക് എന്തെങ്കിലും ശരീരത്തിന് അസ്വസ്ഥത സംഭവിച്ചു. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഈ കിട്ടിയ ഭൗതികമായ മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് ഫലം ചെയ്ത് കിട്ടണം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ, ജീവന് നഷ്ടമൊന്നും സംഭവിക്കാതെ നമുക്കത് റാഹത്തായി നമ്മുടെ ശരീരത്തിൽ ഫലിക്കണം എന്നുള്ള നീയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആത്മീയമായ മരുന്ന് കൂടിയാണ് കൊടുക്കുന്നത്. അതാണ് ഈ സ്വലാത്തും ദിക്റും ഒക്കെ. അല്ലാതെ ഇത് കയ്യിലുണ്ട് എന്ന് കരുതിയിട്ട് ഹോസ്പിറ്റലിൽ പോകണ്ട എന്നോ ഡോക്ടറെ കാണണ്ട എന്നോ മരുന്ന് കഴിക്കണ്ട എന്നോ അല്ല. ഡയാലിസിസ് പേഷ്യന്റ് നാളെ തൊട്ട് എന്ത് ചെയ്യുക? ഈ സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ ഇരിക്കുക. ഡയാലിസിന് പോകാതിരുന്നാൽ മരണം സംഭവിക്കുക അയാൾക്ക്. മറിച്ച് എന്ത് ചെയ്യുക? അദ്ദേഹം ഡയാലിസിന് പോകണം, ഈ സ്വലാത്ത് പതിവാക്കണം. ഡയാലിസിസ് ചെയ്യുന്ന ആ ദിവസം കുറച്ചു കൊണ്ടുവരാൻ കഴിയും. പതിയെ അദ്ദേഹത്തിന്റെ കിഡ്നി നോർമലായി വരും. ഈ ഒരു വിശ്വാസം നമ്മുടെ കൽബിലുണ്ട്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് ഇല്ലേ? വിഷം തീണ്ടിയ ആളുകൾക്ക് പോലും മുത്തുനബി തങ്ങൾ ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്തു കൊടുത്ത് വിഷമിറക്കിയ ചരിത്രങ്ങളുണ്ട്. സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അങ്ങനെയുണ്ട് ഇല്ലേ? സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നബി തങ്ങളെ പറ്റി പറയാൻ മുഅ്ജിസത്താണ് എന്ന് പറയാം. സ്വഹാബത്തിന്റെ ജീവിതത്തിൽ, ഔലിയാക്കളുടെ ജീവിതത്തിൽ, മഹാന്മാരുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തേ? ആ ദിക്റിന്റെ പവർ, അല്ലെങ്കിൽ ആ സ്വലാത്തിന്റെ മഹത്വം. എത്രയോ മഹാന്മാരുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന എത്രയോ വലിയകൾ, എത്രയോ അസാധ്യതകൾ, ഉസ്താദുമാർ, തങ്ങന്മാർ, അവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് നിരന്തരം പറയാനുണ്ടാവും ഇതുപോലത്തെ ചരിത്രങ്ങൾ, സംഭവങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ. അപ്പോൾ ഈ ഒരു സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദ്, അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണേ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇത് പറഞ്ഞിട്ട് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ, ഹൃദയത്തിന്റെ രോഗങ്ങൾക്കും അതിനുള്ള മരുന്നാണ്. ഹൃദയങ്ങളുടെ രോഗങ്ങളുടെ മരുന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദ്രോഗങ്ങൾക്കുള്ള മരുന്നാണ് എന്ന് വെച്ചാൽ അറ്റാക്കിനുള്ളതെന്നല്ല, മറിച്ച് ഹൃദയത്തിലുള്ള ഏത് രോഗമായിക്കൊള്ളട്ടെ, ഹൃദയത്തിന്റെ ദുഷിച്ച ഏത് രോഗമായിക്കൊള്ളട്ടെ, അതിനൊക്കെയുള്ള മരുന്നാണ് ഹബീബായ നബി തങ്ങൾ.
ആ നബിതങ്ങളുടെ സ്വലാത്താണ് ഈ പറയുന്നത്. വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ. നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങൾക്കുള്ള ആഫിയത്തും ആരോഗ്യവും നമ്മുടെ ശരീരത്തിനുള്ള മരുന്നുമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത്. ഇല്ലേ? വനൂരിൽ അബ്സാരി വദിയാഇഹ. നമ്മുടെ കണ്ണിനുള്ള കാഴ്ചയും അതിൻ്റെ പ്രകാശവുമാണ്, അതിൻ്റെ വെളിച്ചവുമാണ് മുത്തുനബി തങ്ങൾ. നമുക്കുള്ള ഉൾക്കാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വഅല ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അള്ളാഹു ആ ഹബീബായ നബി തങ്ങളുടെ പേരും കുടുംബത്തിൻ്റെ പേരും നീ സ്വലാത്ത് വർഷിപ്പിക്കണേ അല്ലാ, സലാം വർഷിപ്പിക്കണേ അല്ലാ. ഇതാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്ന, നമുക്ക് ശരീരത്തിന് ആഫിയത്ത് കിട്ടുന്ന എല്ലാ വഴികളുടെയും തലപ്പത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവും നമ്മുടെ നേതാവ്. ഈ അത്ഭുത സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ രോഗികളാണോ നിങ്ങൾക്ക് അത്ഭുതം കാണാൻ ജീവിതത്തിൽ. മരുന്ന് പതിയെ 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 നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഒറ്റയടിക്കങ്ങോട്ട് ഇന്ന് സ്വലാത്ത് തുടങ്ങിയിട്ട് ഇന്ന് തന്നെ മരുന്ന് നിർത്തണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത് കാണാൻ കഴിയും. എത്രയോ കേസുകൾ ഡോക്ടർ മിറാക്കിളായിട്ട്, മെഡിക്കൽ മിറാക്കിളായിട്ടൊക്കെ പറയാറുണ്ട്. എന്ത് അത്ഭുതം, മെഡിക്കൽ ലോകത്തെ വലിയ അത്ഭുതമായിട്ട് ഈ എന്ത് ചെയ്യുന്നുണ്ട്, ചില അത്ഭുതങ്ങളെ പറയാറുണ്ട്. ഏത് അവർ കൈയൊഴിഞ്ഞ കേസുകൾ പോലും കുറേ നാളുകൾക്ക് ശേഷം ഈ ഡോക്ടറെ കാണാൻ വന്ന ഇതെന്ത് മറിമായമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പലപ്പോഴും ഡോക്ടർമാർ പോലും അത്ഭുതപ്പെടുന്ന രൂപത്തിൽ അത്ഭുതം ജീവിതത്തിൽ സംഭവിച്ച ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനും വലിയ അത്ഭുതങ്ങൾ സിദ്ധിക്കാനും ഒക്കെ ഈ പരിശുദ്ധമായ സ്വലാത്ത് കാരണമായി തീരും. ഇൻഷാ അല്ലാ ഇന്നു മുതൽ പതിവാക്കൂലേ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം, ഒന്നുകൂടെ ചൊല്ലി, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ വനൂരിൽ അബ്സാരി വദിയാഇഹ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുവേ, ഹബീബായ നബി തങ്ങളുടെ ജിവാറിലേക്ക് ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്ത് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബേ, സലാമുകളെ നീ വർഷിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആ മുത്തുനബി തങ്ങൾ പൊരുത്തപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരങ്ങളിൽ വല്ല മാറാ രോഗങ്ങളുടെയും മാരക രോഗങ്ങളുടെയും അണുക്കളുണ്ട് എങ്കിൽ നീ സലാമത്ത് നൽകണേ അല്ലാ. നീ രക്ഷ നൽകണേ റഹ്മാനെ, കാവല് നൽകണേ അല്ലാ. പ്രയാസങ്ങളിൽ പെടുത്തി ഞങ്ങളെ ആരെയും നീ ബുദ്ധിമുട്ടാക്കല്ലേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ ശരീരം കീറിമുറിക്കേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. തളർന്നു പോകുന്ന ഗതികേട് നൽകല്ലേ റഹ്മാനെ. റബ്ബേ, ജനങ്ങൾ അറയ്ക്കുന്ന വെറുക്കുന്ന ഒരു രോഗത്തിലും ഞങ്ങളെ ആരെയും നീ പെടുത്തല്ലേ അല്ലാ. ഇയാളൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് ഞങ്ങളുടെ മക്കളടക്കം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഞങ്ങളെ നീ ഭൂമിക്ക് ഭാരമാക്കല്ലേ റഹ്മാനെ. റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങൾക്കും, പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഖൈറാത്തുകൾക്ക് അല്ലാഹു അവസരം നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.